ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യാശ. തെറ്റും ശരിയും എങ്ങനെ ആണ് നമുക്ക് തെറ്റുകളെ തിരുത്താൻ സാധിക്കുന്നതും ശരി എങ്ങനെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ലൂക്കോസ് എവൻഗേലിയസ്തായുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അതിൽ നാം കാണുന്നത് മുടിയനായ പുത്രനെ കുറിച്ച് ഉള്ള കഥ യേശുക്രിസ്തു പറയുന്നതായിട്ടാണ്. യേശുക്രിസ്തു പറയുന്ന ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ദൈവത്തിൽ നിന്നും അകലുന്നവനെ ദൈവം ദരിദ്രനാക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ സൂക്ഷിക്കുന്നവനെ ദൈവം ദരിദ്രനാക്കും. മൂന്നാമത്തത്, ധൂർത്തനായി ജീവിക്കുന്നവനെ ദൈവം ദരിദ്രനാക്കും. നാലാമത്, പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തവനെ ദൈവം ദരിദ്രനാക്കും. ഈ 4 കാര്യങ്ങളാണ് മുടിയനായ പുത്രനിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. അവൻ എന്താണ് ആദ്യമായി ചെയ്യുന്നത്? 2 മക്കളുണ്ടായിരുന്ന അപ്പനോട് 2-ാമത്തെ മകൻ പറയുന്നു, എൻ്റെ വീതം എനിക്കിതാ, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണമെന്ന്. ആ അപ്പനിൽ നിന്ന് അവൻ അവൻ്റെ അവകാശം മേടിച്ചുകൊണ്ട് ആ പൈസ കൊണ്ട് അവൻ ധൂർത്തടിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. അതായത് കാണപ്പെട്ട ദൈവമാണ് അവൻ്റെ അപ്പൻ. ആ അപ്പനെ അവൻ നിന്ദിച്ചുകൊണ്ട് അവൻ്റെ വിഹിതം വാങ്ങിച്ചു കൊണ്ടുപോയി അവൻ ശരിയായ രീതിയിൽ ധൂർത്തടിച്ച് കളയുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. അവന്, അതായത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് അവൻ അകലുന്നതായി നാം ഇവിടെ കാണുന്നുണ്ട്. അവന് പണം കൈകാര്യം ചെയ്യാൻ അറിയില്ല. ആയതിനാൽ അവൻ ആ പൈസയെ ഇല്ലാതാക്കുന്നതായി നാം കാണുന്നു. അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന അവസരത്തിൽ അവനോടൊപ്പം ഒരുപാട് കൂട്ടുകാർ ഉണ്ടായിരുന്നു, അവനെ സ്തുതിക്കുന്നവരുണ്ടായിരുന്നു. അവൻ്റെ പൈസ തീർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇവൻ പന്നിക്ക് കൊടുക്കുന്ന ആഹാരം പോലും അവന് കിട്ടാതെയായി. അപ്പോഴാണ് അവൻ്റെ ദൈവത്തെ അവൻ്റെ കാണപ്പെട്ട ദൈവത്തെക്കുറിച്ച് അവൻ ഓർക്കുന്നത്. എൻ്റെ ഭവനത്തിൽ എത്രയോ ജോലിക്കാരുണ്ട്, അവർ എത്ര സുഖമായി ജീവിക്കുന്നു, എനിക്കിന്ന് പന്നിക്ക് കഴിക്കാനുള്ള ആഹാരം പോലും ലഭിക്കുന്നില്ല. ആയതിനാൽ ഞാൻ തിരിച്ചു പോകണം എന്നുള്ള ആ ഒരു മനോഭാവം അവൻ്റെ മനസ്സിൽ വന്നിട്ട് അവൻ വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ദൂരെയായിരുന്നവൻ അവൻ്റെ അപ്പനെ വന്ന് കാണുവാനായിട്ട് അവൻ വരുന്നു. അവൻ അവിടെ യാചിക്കുന്നതായാണ് നാം കാണുന്നത്. നാം ഓരോരുത്തരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയല്ലയോ? നമ്മൾ എന്താണ് ചെയ്യുന്നത്? നാം ദൈവത്തിൽ നിന്നും അകന്ന് നമ്മളുടെ ആ കഴിവുകളിലും നമ്മളുടെ സമ്പത്തിലും നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് നാം ദൈവത്തെ മറക്കുന്ന ഈ കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാലയളവിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ഇതൊക്കെയും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ തിരിച്ചു വരുന്നത് പോലെയാണ് ഈ മുടിയനായ പുത്രനെ കുറിച്ച് നാം ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആ അപ്പൻ 2 കൈയും നീട്ടി അവനെ സ്വീകരിക്കുന്നതായി നാം കാണുന്നു. അവന് എല്ലാവിധ സൗകര്യങ്ങളും തിരിച്ച് കൊടുക്കുന്നതായി നാം കാണുന്നു. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ അല്പം താമസിച്ചാണെങ്കിൽ പോലും തിരികെ അവൻ്റെ അടുത്തേക്ക് നാം ചെല്ലുന്നുവെങ്കിൽ അവൻ നമ്മെ സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ പശ്ചാത്തപിച്ചുകൊണ്ട് അവനെ നമ്മുടെ ഗുരുവായി, നമ്മുടെ ദൈവമായി, നമ്മുടെ കൂട്ടുകാരനായി അവനിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, അവൻ കാണിച്ചു തന്നതായ ആ പാതയിലൂടെ നാം സഞ്ചരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് ഇവിടെ നമ്മെ എടുത്ത് കാണിക്കുന്നു. അതിന് നാം മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: ധൂർത്തപുത്രനായി നാം ജീവിക്കരുത്. പണം കൈകാര്യം ചെയ്യുന്നവൻ അത് എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്ന് ആലോചിച്ച് പ്രവർത്തിക്കുന്നവൻ ആയിരിക്കണം. ഇതൊക്കെയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടതായ
കാര്യം എന്ന് പറയുന്നത് ആദ്യമേ നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കണം. അവൻ്റെ സൃഷ്ടാവിനെ കുറിച്ച് അവന് മനസ്സിലാക്കണം. ഒരു വ്യക്തിക്ക് അവൻ തിരിച്ച് അറിയണം അവൻ്റെ സൃഷ്ടാവിനെ. അപ്പോഴേ നമുക്ക് ആത്മാർത്ഥതയോടുകൂടി തിരിച്ച് വരുവാൻ സാധിക്കത്തുള്ളൂ. അവൻ്റെ ആദ്യത്തെ പ്രത്യാശ എന്നത് തെറ്റിലൂടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നതായിരുന്നു. എന്നാൽ അവൻ യഥാർത്ഥ പ്രത്യാശയുള്ളവനായി തിരികെ വന്നപ്പോൾ അവൻ്റെ അപ്പൻ അവനെ സ്വീകരിച്ചതായി നാം ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ പ്രത്യാശയുള്ളവരായി ജീവിക്കുന്നുവെങ്കിൽ നമ്മെ ദൈവം കൈവിടുകയില്ല. നാം തിരിച്ച് ദൈവത്തിൻ്റെ അടുത്ത് നമ്മുടെ മനസ്സുകളെ സമർപ്പിച്ചാൽ നാം അനുഗ്രഹം ഉള്ളവർ ആയിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മെ തന്നെ സമർപ്പിച്ചാൽ അതിൻ്റെ ഫലം സ്വർഗരാജ്യം മാത്രമല്ല, സ്വർഗീയ സുഖം നമ്മൾ ഈ ലോകത്തിലും അനുഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ആ ദൂർപുത്രനെ പോലെ നാം ദൂരം മാറാതെ ആദ്യം തൊട്ട് തന്നെ നാം ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ സമർപ്പിച്ച് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവെന്ന് പറഞ്ഞു കൊടുത്ത് ബാലൻ അഭ്യസിപ്പിക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും മാറിപ്പോവുകയില്ല എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ ചെറുപ്പത്തിലെ ആ രീതിയിൽ മുമ്പോട്ട് നയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ക്രിസ്തീയ കുടുംബം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. പ്രത്യാശയോടുകൂടി ജീവിതം നമുക്ക് ചെയ്യുവാൻ സാധിക്കും. തെറ്റുകളിലൂടെ അല്ലാതെ ശരികളിലൂടെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇവൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.